Hi friends, yes, I'm get back. We are on the track of period. ഇന്നലെ നമ്മൾ കണ്ടു ഹൗ മണി ആൻഡ് എക്കണോമി ഈസ് ഗോയിങ് ഓൺ. ഇന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കുറേ ബാങ്കുകളായി നമ്മുടെ സെൻട്രൽ ബാങ്കിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇനി നമുക്കറിയണം നമ്മുടെ അടുത്തൊക്കെയുള്ള കുറേ ബാങ്കുകളൊക്കെ ഏതാണെന്ന്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ പല ബാങ്കുകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ എങ്ങനെയാണ്, അവരോട് നമുക്ക് സംസാരിക്കണ്ടേ, അവരെക്കുറിച്ച് അറിയണ്ടേ. ഇന്ന് നമ്മൾ അവരെ പറ്റിയാണ് ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മളൊന്ന് അറിയുന്നു, കൂടുതൽ അറിയുന്നു, അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അത് നമുക്കറിയാൻ പോകുന്ന വഴിക്ക് നമ്മൾ ഫെഡറൽ ബാങ്കാണ്, കാനറ ബാങ്കാണ്, ആക്സിസ് ബാങ്കാണ്, പല ബാങ്കുകളും കാണും. നമ്മൾ ഇന്നലെ പറഞ്ഞെന്തോ ആകെ ഒരു സെൻട്രൽ ബാങ്ക് RBI ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ആ RBI മാത്രം മതിയായിരുന്നല്ലേ, എന്തിനാ ഇവരൊക്കെ ഇത്രയും പേരെന്തിനാ വെറുതെ ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് കളയാനായിട്ട് നമ്മൾ ആലോചിക്കാറില്ലേ? എന്തിനാ ഈ മുക്കിനും മൂലയിൽ ഓരോ ബാങ്കുകൾ ഇങ്ങനെ മുളച്ചു വരുന്നു? അപ്പം ഇതൊക്കെ നമുക്കിന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു തരും. ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇന്ന് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ ഇനി ഫെഡറൽ ബാങ്കിനും ആക്സിസ് ബാങ്കിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നമ്മളൊന്ന് വിശദമായി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം എന്താണ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്താണ് ഈ ബാങ്ക്സ് ഒക്കെ. എത്ര ബാങ്ക്സ് ഉണ്ട്? അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു RBI ഉണ്ട്. RBI പറ്റി നമ്മൾ പഠിച്ചു, സെൻട്രലൈസ്ഡ് ബാങ്കാണ്. അപ്പം മറ്റ് ബാങ്കുകളെ നമ്മൾ വിളിക്കുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്ക്. എന്താണ് വിളിക്കുന്നത്? കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക് എന്നാണ് മറ്റ് ബാങ്കുകളെ പൊതുവായി നമ്മൾ വിളിക്കുന്നത്. അത് വാണിജ്യ വ്യവസ്ഥിത ബാങ്ക് എന്ന് പറയും. അപ്പോൾ ആ ബാങ്കുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി എങ്ങനെയാണ് വന്നതെന്നറിയണ്ടേ. വെറുതെ ഒരു ബാങ്ക് അങ്ങ് വരുവാണോ? നമ്മൾ പറഞ്ഞു RBI വന്നത്. RBI എങ്ങനെയാണ് വന്നത്, എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? പറഞ്ഞോളൂ. യെസ്, RBI അങ്ങ് കൊൽക്കത്തയിലുണ്ട്. എവിടെയായിരുന്നു? കൊൽക്കത്തയിൽ 1935 വന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏത്? RBI ആക്ട് 1934 അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിൽ അന്ന് വന്നു. പിന്നീട് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ആയെന്ന് 1937 ഷിഫ്റ്റ് ആയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ RBIയുടെ ആക്ട് പ്രകാരമാണ് ഓരോ നിയമങ്ങളും അതിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു നിയമം പോലെ തന്നെ RBIക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ള പോലെ തന്നെ RBI കൊമേഴ്സ്യൽ ബാങ്കുകൾക്കും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പം RBIയുടെ കൊമേഴ്സ്യൽ ബാങ്ക് RBIക്കും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഇതിന് പ്രകാരം പറയും? അത് തന്നിരിക്കുന്ന ആക്റ്റാണ് RBI ആക്ട് ഓഫ് സെക്കൻഡ് ഷെഡ്യൂൾ. ഏതാണ് സെക്കൻഡ് ഷെഡ്യൂൾ? ഫസ്റ്റ് ഷെഡ്യൂൾ അപ്പോൾ എവിടെ പോയി നമ്മൾ ആലോചിക്കും? എവിടെ? ഫസ്റ്റ് പീരീഡ് ഇല്ല, സെക്കൻഡ് പീരീഡ് എവിടെ? യെസ്, ഫസ്റ്റ് ഷെഡ്യൂൾ വന്നിരിക്കുന്ന RBIയുടെ സ്വന്തം റൂൾസ് ആൻഡ് റെഗുലേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഷെഡ്യൂളാണ് RBI കൊമേഴ്സ്യൽ ബാങ്കിനും മറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനുള്ള ഓരോ റൂൾസും റെഗുലേഷൻസും അതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം കൊമേഴ്സ്യൽ ബാങ്കിനുള്ള റൂൾസ് സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം ആരായിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത്? RBIയുടെ ഇത് നമ്മൾ എന്താ പഠിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, RBI ഹെഡഡ് ബൈ ഗവർണറാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ കൊമേഴ്സ്യൽ ബാങ്കൊക്കെ ആരായിരിക്കും നോക്കുന്നത്? ആരായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ്സ് ഹാസ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മളൊന്നും പിടിച്ചു വെക്കാറില്ല. അതാരാണ്? ഷെയർ ഹോൾഡേഴ്സാണ്. RBIയുടെ ഷെയർ ഹോൾഡേഴ്സാണ്. ഇറ്റ് ഈസ് ഓൺഡ്. അതിൻ്റെ ഒരു മാനേജിങ് കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവരുടെ കയ്യിലാണ് ഈ ഒരു കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ റൂൾസും ഇത്തിരിയൂടെ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ വന്ന ആളുകൾക്ക് ഇത്തിരിയൂടി ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാം. കൊമേഴ്സ്യൽ ബാങ്കിന് ഇത്തിരിയൂടി ചെയ്യുന്ന ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണുള്ളത്. ഈ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഏതൊക്കെ ബാങ്കാണ് ഈ കൊമേഴ്സ്യൽ ബാങ്ക് വരുന്നത്? നമുക്കറിയണ്ടേ കൊമേഴ്സ്യൽ ബാങ്കിൽ ഏതൊക്കെ ബാങ്കാണ് വരുന്നതെന്ന്? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൊമേഴ്സ്യൽ ബാങ്ക് വരുന്ന ഏതെങ്കിലും ബാങ്കിനെ പറ്റി? ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ മിസ് പറഞ്ഞു ഞങ്ങൾക്കറിയായിരുന്നു എന്ന് പറയരുത്. അതിന് മുമ്പ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, നമുക്ക് നോക്കാം, വിഷമിക്കണ്ട. ഫസ്റ്റ് ഇതാണ് പ്രൈവറ്റ് ബാങ്ക്. എന്താണ്? പ്രൈവറ്റ് ബാങ്ക്സ്. അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്കാണ്
പബ്ലിക് ബാങ്ക്സ്. പബ്ലിക് ബാങ്ക്സ് ഇറ്റ്സ് ഈസ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. എന്താണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ? സ്പെഷ്യലൈസ്ഡ് ബാങ്കിൽ വരുന്നത് നബാർഡ് പോലെ. എന്താണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് വരുന്നത്? നബാർഡാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കിന് ഒരു എക്സാമ്പിൾ. നബാർഡ് എന്ന് പറയുമ്പം അതിൽ കൂടുതലും നമുക്കറിയാം, നമ്മളിപ്പം ഒരു നോർമലി ഒരു ബാങ്കിൽ ചെല്ലുന്നു, ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും. എന്നാൽ നബാർഡ് കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയാണ്. അത് അഗ്രികൾച്ചറിൻ്റെ ഒരു എൻഹാൻസിന് വേണ്ടി, ഒരു എൻകറേജിങ്ങിന് വേണ്ടിയാണ് നബാർഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. മറ്റൊരു ബാങ്കാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്. എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക്? റീജിയണൽ റൂറൽ ബാങ്ക് നമുക്കറിയാം, ഇതിനെ RRB എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ സിബ്ലിങ്സോ അല്ലെ കസിൻസോ അങ്കിൾമാരോ ഒക്കെ ഒരു നമ്മളെക്കാട്ടി മുതിർന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ RRBയുടെ എക്സാമിന് എഴുതാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പം ആ ഒരു RRB ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, പബ്ലിക് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഇതെല്ലാം ഒരു കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ആലോചിക്കും, നമ്മൾ ഇന്നലെ പോകാൻ നേരത്ത് അവിടെ ഒരു ആക്സിസ് ബാങ്ക് ഒക്കെ കണ്ടല്ലോ, എൻ്റെ അച്ഛന് ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അതെന്താ ഇതിനകത്ത് വരുന്നില്ലേ? യെസ്, അതും വരും. ആ ബാങ്കുകളെ നമുക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയണ്ടേ, എങ്ങനെ വരുന്നു എന്ന്, ആരുടെ അണ്ടറിൽ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ബാങ്കുകളെയാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് വിളിക്കുന്നു. വാട്ട് വുഡ് ബി കോൾഡ്? ജസ്റ്റ് ലൈക്ക് അസ്. നമ്മൾ വിളിക്കുന്നത് ഏതാണെന്നും പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ ജെൻസി കിഡാണ്, ആൽഫ കിഡാണ്, ബീറ്റ കിഡാണെന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ അതായത് ന്യൂ ജെൻ ബാങ്ക്, ബാങ്കിന് ഒത്തിരിയൊക്കെ ന്യൂ ജനറേഷൻ വേണ്ട, വെറൈറ്റി ആവണ്ടേ, അതുകൊണ്ടാണ് അതിനെ എന്താണ് വിളിക്കുന്നത്? ന്യൂ ജെൻ ഓർ ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് വിളിക്കുന്നു. എന്താണ്? ന്യൂ ജനറേഷൻ ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ ന്യൂ ജനറേഷൻ ബാങ്ക് അതെങ്ങനെ വന്നു? RBIയിൽ ആദ്യമേ കൊമേഴ്സ്യൽ ബാങ്ക് എന്നൊക്കെയാണ് വന്നുള്ളല്ലോ. അപ്പം ഈ ന്യൂ ജനറേഷൻ ബാങ്ക് എന്താണ് വന്നത്? ഇത് വന്നത് 1990s കാലഘട്ടത്തിലാണ്. കൊമേഴ്സ്യൽ ബാങ്ക്സിനെ അതിൻ്റെ ഇത്തിരി ഒരു ആക്ടിവിറ്റി ഇത്തിരി ഒരു ലിബറലാക്കാൻ വേണ്ടി ആണ് ഈ ന്യൂജൻ ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത്തിരി കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് LPG എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. 1991-90 കാലഘട്ടങ്ങളിലുണ്ടായ LPG റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ് ചില ബാങ്ക്സിനെ നമ്മൾ ന്യൂജൻ ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ന്യൂജൻ ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് ഇത്തിരി വലിയ ആരോ മാർക്കൊക്കെ കൊടുത്തൊന്ന് നോക്കാം, വെറൈറ്റി ആയിട്ട് തന്നെ നോക്കാം. ഏതൊക്കെയാണ്? മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആക്സിസ് ബാങ്ക്. പിന്നെ എന്താണ് ന്യൂജൻ ബാങ്ക്? നിങ്ങൾക്കറിയാവുന്നതോട് പറഞ്ഞു. നമുക്ക് ടെസ്റ്റിലുള്ള എസ് ബാങ്ക് ഒക്കെ നമ്മൾ റെഗുലർലി നമ്മൾ എപ്പോഴും കാണുന്നൊരു ബാങ്കല്ലേ. മഹീന്ദ്ര ബാങ്ക് ഉണ്ട്, പക്ഷെ നമ്മൾ അത്ര കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എസ് ബാങ്കുകളൊക്കെയാണ്. എസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ആ ഒരു ബാങ്കുകളാണ്. ഈ ഒരു ബാങ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ റൂൾസ് എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്ക് പോലെ അത്ര ഒരു സ്ട്രിക്ട്ലി അല്ല, ഇത്രയും ലിബറലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ ന്യൂജൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട്, ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ട്. അപ്പം ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സിസ്റ്റം നമുക്കറിയണ്ടേ. സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാം. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ലോൺസ് എന്ന് പറയുന്നത്, അതായത് ബാങ്കുകളുടെ പ്രധാന ധർമ്മം എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അത് ഇത്ര ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ആ നിക്ഷേപങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾക്ക് വേണ്ടി ബാങ്ക് നമുക്ക് തരുന്ന ഒരു മണി എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ലെൻഡിങ് ലോൺസ് എന്ന് പറയുന്നത്. വായ്പ നൽകൽ. ബാങ്ക് നമുക്ക് പണം നൽകുമ്പോൾ അത് ലെൻഡിങ് ലോൺസ്, ലോണായിട്ട് നമ്മൾ പറയുന്നു.
ഇതെല്ലാം ഒരു നിശ്ചിത കാലയളവ്, ഒരു ഫിക്സഡ് എമൗണ്ടും അതേപോലെ തന്നെ ഫിക്സഡ് പീരീഡും ഉണ്ടാവും. ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ, ആ ഒരു കാലഘട്ടം ബാങ്കാണ്, ചിലപ്പോൾ ബാങ്കാണെന്ന് നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും ആ ബാങ്കിൻ്റെ ആ ഒരു എമൗണ്ട് അഥവാ ആ കാലഘട്ടം എത്രയാവണം എന്ന് നിശ്ചയിക്കുന്നത്. ചിലപ്പം നമ്മൾ പറയും സർ ഇത്ര വർഷത്തേക്കിനാണ് എനിക്ക് വേണ്ടത് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ പറയും ഇത്ര വർഷത്തേന്. എസ്പെഷ്യലി ലോണിൻ്റെ കേസാണ് നമ്മൾ കണ്ടിട്ടുള്ള. അവർ പറയും നിങ്ങൾക്ക് ഇത്ര വർഷത്തേക്കായിരിക്കും ഞങ്ങൾ ആ ലോൺ തരുന്നത്, അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഇത്ര ശതമാനം എന്നൊക്കെ നമ്മുടെ പേരൻസ് നമ്മൾ പറയുന്നിട്ടുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് പേജിലൊക്കെ നമ്മൾ എസ്പെഷ്യലി പലപ്പോഴും കാണാറുള്ളേ, ഇത്ര ശതമാനം റെൻറ്റിന്, ഇത്ര ശതമാനം പലിശയ്ക്ക്, ഇത്ര ശതമാനം എമൗണ്ടിൽ, ഇത്ര മന്ത്ലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് അഡ്വർടൈസ്മെൻറ്റിൽ. അപ്പം ആ ഒരു പ്രവർത്തനം, ഈ രണ്ട് മെയിൻലി 2 ഫങ്ഷൻസ് ആണ് ഒരു കൊമേഴ്സ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് എല്ലാവർക്കും നമ്മൾ കേട്ടിട്ടുള്ള, ഇന്ന് നമ്മൾ വീട്ടിലും അല്ലെ നമ്മൾ പല മീഡിയാസിലൂടെ നമ്മൾ ഈ 2 ധർമ്മങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഫസ്റ്റ്ലി നമ്മൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, നമ്മൾ ഡെപ്പോസിറ്റ് അടയ്ക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് എന്താ നമ്മുടെ ജോലി? ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുള്ള ഒരു കാര്യം, ATM കാർഡ് കിട്ടുന്നു, നമ്മൾ കാർഡ് അതിനകത്തോട്ടിടുന്നു. അപ്പോൾ എന്താ അവർ ചോദിക്കുന്നത്? മാം ഡു യു ഹാവ് സേവിങ് അക്കൗണ്ട്? ഓപ്ഷൻ എ സേവിങ് അക്കൗണ്ട്, ഓപ്ഷൻ 2 ഫിക്സഡ് അക്കൗണ്ട്, ഓപ്ഷൻ 3 കറണ്ട് അക്കൗണ്ട് എന്നൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഡൗട്ട്, ഏത് ഓപ്ഷൻ ഞെക്കണം? ഓപ്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് പോകും. നമുക്കറിയാം, നമ്മൾ അപ്പോഴും ഒരു കോടീശ്വരം പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പം എമൗണ്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏത് ഡെപ്പോസിറ്റാണ്. നിങ്ങളെപ്പോലെ എനിക്കും പറ്റിയിട്ടുണ്ട് പലപ്പോഴും, അറിയാതെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനാണെങ്കിലും ചിലപ്പോൾ പറ്റിയിട്ടുണ്ട്. ഏത് അക്കൗണ്ടാണ്? അപ്പം ബാങ്കുകൾക്ക് ഓരോ എമൗണ്ടിൻ്റെ കാലാവധി അനുസരിച്ച് ഓരോ ഡെപ്പോസിറ്റിനെ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഇത്തിരി കൂടി ക്ലാരിറ്റി വരുത്താമേ, ഒന്ന് ബോർഡൊന്ന് ക്ലീൻ ചെയ്ത്. അപ്പം ഏതൊക്കെ ഒരു കാലാവധിയാണ്, ദാറ്റ് മീൻസ് കാലാവധി നിർണ്ണയിക്കുന്നത്. ഫസ്റ്റ് ഈസ് സേവിങ് ഡെപ്പോസിറ്റ്. നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്നതാണ് നമ്മുടെ പേരൻസ് വഴി. നമ്മൾ സേവിങ് ഡെപ്പോസിറ്റിനെ വഴി ഡെപ്പോസിറ്റ് നമ്മുടെ പേരൻസ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് കറൻറ്റ് ഡെപ്പോസിറ്റ്. എന്താണ് കറൻറ്റ് ഡെപ്പോസിറ്റ്? നമ്മൾ വലുതായിട്ട് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ലായിരിക്കും. നമ്മളതിനെക്കുറിച്ച് നോക്കാം, എന്താണ് കറൻറ്റ് ഡെപ്പോസിറ്റ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റാണ് ടേം ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പേരൻസോ അല്ലെ ഗ്രാൻഡ് പേരൻസോ പറയുന്നതിനെ പറ്റി. ഇതിനെപ്പറ്റി നമ്മൾ വീട്ടിൽ ഡെപ്പോസിറ്റ്, എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് എന്താണ് റെക്കറിങ് ഡെപ്പോസിറ്റ്. റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ ഒന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എവിടെയോ പരിചയമുള്ള പോലെ തോന്നും. നമുക്കതിലേക്കും വിശദമായിട്ട് തന്നെ പോവാം. ഫസ്റ്റ് വൺ ഈസ് സേവിങ് ഡെപ്പോസിറ്റ്. എന്താണ് സേവിങ് ഡെപ്പോസിറ്റ്? നമുക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ട്? നമുക്ക് തോന്നിയ ഒരു ആശയങ്ങളൊക്കെ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ഈ ഒരു സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തോന്നിയ എന്തൊക്കെ ആശയങ്ങളാണ്? അതെ, സേവ് ചെയ്ത് വെക്കാണ്. നമുക്കറിയില്ല കുറേ നാളത്തേക്കാണോ അത് കുറച്ച് നാളത്തേക്കാണോ, നമ്മൾ എന്നിരുന്നാലും സേവ് ചെയ്ത് വെച്ചിരിക്കും. ഡെയിലി ഇൻട്രാക്ഷൻസിന് വേണ്ടി നമ്മളതാണ് സേവ് ചെയ്ത് വെച്ചിരിക്കും. നമ്മുടെ എല്ലാ പേരൻസിനായിരുന്നാലും നമ്മളാണെങ്കിലും ഇപ്പം മേ ബി എല്ലാവർക്കും ഉണ്ടാവും ATM കാർഡ് വഴി നമ്മൾ എടുക്കുന്നത്. ആ ഒരു സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതാണ് നമ്മൾ ATM കൗണ്ടറിൽ ചെല്ലുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു സേവിങ് ഡെപ്പോസിറ്റാണ് ഉള്ളത്. സേവിങ് ഡെപ്പോസിറ്റ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യെസ്, നമ്മുടെ സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ബാങ്കിൽ അല്ലെങ്കിൽ കൂടി നമുക്ക് സ്വന്തമായിട്ടൊരു ചില സേവിങ് ഹാബിറ്റ്സൊക്കെ, പല സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാവില്ല. ചില കോയിൻ കളക്ഷൻസ് ആകും, അതൊരു സേവിങ് ഹാബിറ്റാണ്. പലതും ഇങ്ങനെ സേവ് ചെയ്തു. മണി മാത്രമല്ല, ഇപ്പം നമുക്കറിയാം നമ്മുടെ ഏജിൽ ഒരു ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്ത് വെക്കുന്ന മണി ഇങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ പേന കളക്ഷൻസ് ആകും. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുക. നമ്മുടെ പേരൻസിനും ഉണ്ട് ഇങ്ങനെ സേവ് ചെയ്യുന്നത്. അവരത് ബാങ്കിലാണ് സേവ് ചെയ്യുന്നത് മണിയുടെ രൂപത്തിൽ. അപ്പം നമ്മുടെ ഒരു സേവിങ് ഹാബിറ്റിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്കൊരു
നമുക്ക് എപ്പോഴും നമ്മൾ സ്പെൻഡിങ് മാത്രം നടത്തിക്കൊണ്ട് ഇൻകം വരുന്നു, സ്പെൻഡ് ചെയ്യുന്നു, അത് മാത്രമായപ്പോൾ നമുക്ക് സേവിങ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അൺഫോർസീൻ എമർജൻസീസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻ, അതായത് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു എമർജൻസി, അത്യാവശ്യ ഒരു സിറ്റുവേഷൻസ്, ഒരു ആക്സിഡൻ്റൽ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അതിനെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവണം. ആ സേവിങ് ഹാബിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് സേവിങ് ഡെപ്പോസിറ്റ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മേ ബി ലോ ഇൻട്രസ്റ്റ് എന്ന് തന്നെ പറയാം. ബാങ്ക് ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ബാങ്കിന് അത്ര ഒരു നമ്മുടെ സേവിങ് ഹാബിറ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് വിചാരിക്കും ബാങ്കിലാണ്. ആ ഒരു ടെൻഡൻസിക്ക് വേണ്ടിയാണ്, ആ ഒരു ബിഹേവിയർ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാങ്കിങ് ഡെപ്പോസിറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ലോയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം, നമ്മളിപ്പോൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് വിഡ്രോ ചെയ്യുന്നു. ഇന്ന് ചെല്ലുന്നു, രാവിലെ ചെല്ലുന്നു, നമ്മൾ ATM വഴിയെങ്കിൽ ATM വഴി. അപ്പം നമ്മൾ അന്ന് പണ്ടാകുമ്പം അത്ര ആ ഒരു ടൈം, അത്ര ട്രാൻസാക്ഷൻസ് ഈസി അല്ലാത്തതുകൊണ്ടാണ് ഗ്രാൻഡ് പേരൻസൊക്കെ കുറേ ടൈം എടുത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴായിരിക്കും മണി വിഡ്രോവൽ വരുന്നത്. അപ്പോൾ ഇന്ന് അതല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് നമ്മൾ മണി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ചില വിഡ്രോവലിന് ചില റെസ്ട്രിക്ഷൻസ് ഈ ഒരു സേവിങ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ, സിംഗിൾ ഡേയിൽ നമുക്കുള്ള റെസ്ട്രിക്ഷൻസ് ഒരു വിഡ്രോവലിന് വേണ്ടി ചില റെസ്ട്രിക്ഷൻസ് നൽകിയിട്ടുണ്ട്. ചുമ്മാ നമ്മൾ കയറി ചെന്ന് പെട്ടെന്ന് നമുക്ക് ഇത്ര എമൗണ്ട് വേണം, ഇത്രയും വേണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പെട്ടെന്നത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം വിഡ്രോവലിന് വേണ്ടി ചില റെസ്ട്രിക്ഷൻസ് ബാങ്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിന്ന് ഓടിച്ചെന്ന് ബാങ്ക് മൈ മണി ഗീ ബാക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരതിൻ്റേതായ ഓരോ ചട്ടങ്ങൾ, ആ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതാണ് സേവിങ് ഡെപ്പോസിറ്റിൻ്റെ വൺ ഓഫ് ദ ഫീച്ചർ. ഇനി നമ്മൾ പറഞ്ഞു മറ്റൊരു ഇതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. എന്താണ് നമ്മൾ പറഞ്ഞത്? കറണ്ട് ഡെപ്പോസിറ്റ്. നമുക്ക് അതിൻ്റെ ഒരു ഫീച്ചർ കൂടി നോക്കാം. കറണ്ട് ഡെപ്പോസിറ്റ് എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് എന്താണ്? കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് നമ്മുടെ വീടുകളിലായാലും അടുത്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടോ ബിസിനസ്സുമാർ. ആ ഒരു ബിസിനസ് ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പം രാവിലെ കുറച്ച് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വൈകിട്ടാകുമ്പോഴത്തേക്കിന് ആ മണി വേണ്ടി വരും. കാരണം ആളുകൾക്ക് ശമ്പളം കൊടുക്കണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ചിലപ്പോൾ ഡെയിലി വർക്കേഴ്സിനായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. ആ ഒരു ബിസിനസ് ഫീൽഡിൽ അവർ നോക്കുന്നത് ഡെയിലി വർക്കേഴ്സിന് വേണ്ടിയുള്ളൊരു ഫീൽഡാണെന്ന് വിചാരിച്ചു. നമുക്ക് തന്നെ അറിയാം, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് നോക്കിക്കാം. അപ്പം ആ ഒരു ബിസിനസ്മാരെ സംബന്ധിച്ച് എന്തെന്നെ ബിസിനസ് ആയാലും, വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ബിഗ്, എന്ത് ബിസിനസ് ആയാലും നമുക്കറിയാം പെട്ടെന്നായിരിക്കും ഒരു മണി ഇൻട്രാക്ഷൻസ് വരുന്നത്. ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് വരും, ചിലപ്പോൾ വെരി ലോ എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ഹൈ എമൗണ്ട് നമുക്ക് വിഡ്രോവൽ ചെയ്യേണ്ടി വരും. നമ്മുടേതായ ഒരു ചിലവ് അവിടെ ബിസിനസ്സിലേക്ക് എടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഈ പെട്ടെന്ന് എടുക്കണം, കൊടുക്കണം, വാങ്ങണം, അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻസ് എളുപ്പം, ഇൻട്രാക്ഷൻസ് നോട്ട് ബേസിക്കലി ഇറ്റ് ഈസ് ട്രാൻസാക്ഷൻസ്. ആ ഒരു ട്രാൻസാക്ഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൂടുതലും യൂസ്ഡ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് പേഴ്സൺസ് ആണ്. ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്ന ബിസിനസ് പേഴ്സൺസ് ആണ്. അവർക്ക് കാരണം ബിസിനസ്, ഞാൻ പറഞ്ഞില്ല, അൺഫോർസീൻ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനെ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കറണ്ട് ഡെപ്പോസിറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. നോ ലിമിറ്റ് ഫോർ ട്രാൻസാക്ഷൻ ഇൻ എ സിംഗിൾ ഡേ. ഒരു ദിവസം തന്നെ എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിലും അവർക്ക് നടത്താം. നോ ലിമിറ്റ് ഫോർ ട്രാൻസാക്ഷൻസ് ഫോർ എ സിംഗിൾ ഡേ. ഒരു ദിവസം ഇപ്പോൾ എത്ര ട്രാൻസാക്ഷൻ നടത്തണം എന്നുള്ളത് അവരുടെ തന്നെ ചോയ്സാണ്. എത്ര വേണമെങ്കിലും അവർക്ക് ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നമ്മുടെ പേരൻസൊക്കെ ബിസിനസ്മാൻമാരായിട്ടുള്ളവർ എപ്പോഴും ചെയ്യുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നത്? അതായത് നമുക്ക് പെട്ടെന്ന് ഒരു അൺഫോർസീൻ സിറ്റുവേഷൻ വന്നു, എമർജൻസി സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മണി നമുക്ക് വേണം. നമുക്ക് ഇന്ന്
കുറച്ച് ലോഡ് മാർബിൾസ് നമുക്ക് സൈറ്റിലേക്ക് കൊടുക്കണം. ഒരു കൺസ്ട്രക്ഷൻ മുതലാളിയാണെന്ന് വിചാരിച്ചു. അപ്പം ആ സൈറ്റിലേക്ക് മാർബിൾ ഇറക്കണം പെട്ടെന്ന് ഒരു ലോഡ്. അപ്പോൾ ഒരു മണി നമുക്ക് റിക്വയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ മണി റിക്വയറായിട്ട് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ ഇത്ര എമൗണ്ട് കാണത്തില്ല. ആ എമൗണ്ടിലും കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അതായത് നമുക്ക് മണി പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ നമ്മുടെ എമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ നമ്മൾ പറഞ്ഞു ബിസിനസ് പേഴ്സൺസ് ആണ് കൂടുതലും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടി ഹ്യൂജ് എമൗണ്ടിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ട്രാൻസാക്ഷന് ലിമിറ്റൊന്നും ഇല്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിന് ലോ ഇൻട്രസ്റ്റ് ആണ്. മേ ബി ലോ ഇൻട്രസ്റ്റ് അല്ല, അതെന്തുകൊണ്ടാവും? നമ്മൾ പറഞ്ഞില്ലേ പെട്ടെന്ന് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് വിഡ്രോവൽ നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല അവരിൽ നിന്ന്. കാരണം ഒരു ഇത്ര കാലഘട്ടത്തിൽ ആ എമൗണ്ട് അവരെ ഉണ്ടാവുമെന്ന് ബാങ്കിനോ അല്ലെ ആ ഒരു ഇൻഡിവിജ്വൽസിനോ ഉറപ്പില്ല. അതുകൊണ്ടാണ് അവരെ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇന്ന് നോക്കി 2 ഡെപ്പോസിറ്റാണ് ഇത്രയും നേരം നമ്മൾ നോക്കി, സേവിങ്ങും കറണ്ടും. അടുത്ത ഡെപ്പോസിറ്റ് ഏതായാലും നമ്മൾ നോക്കിയേ ഫിക്സഡ് ഓർ ടേം ഡെപ്പോസിറ്റ്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സും നടക്കുന്നത്. ഡെപ്പോസിറ്റ് പേര് പോലെ തന്നെ ഒരു ഫിക്സഡ് ആണ്. അതായത് അതുകൊണ്ട് തന്നെ അതിന് ഇമ്മീഡിയറ്റ്ലി വിഡ്രോവൽ നടക്കത്തില്ല. നമ്മളെന്തായിരുന്നു കറണ്ട് ഡെപ്പോസിറ്റ് നമ്മൾ കേട്ടത്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റും ചെയ്യും. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുമ്പോൾ നോ ഇമ്മീഡിയറ്റ് വിഡ്രോവൽ ഓർ ട്രാൻസാക്ഷൻസ് നമ്മൾ പറയാം. പെട്ടെന്ന് അങ്ങ് വിഡ്രോവൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിൻ്റേതായ ഇത്തിരി കാലയളവും കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു കാലയളവിന്, ആ ഒരു പീരീഡിനെയാണ് പറയുന്നത് മെച്യൂരിറ്റി പീരീഡ്. എന്താണ് പറയുന്നത്? മെച്യൂരിറ്റി പീരീഡ്. ഈ ഒരു മെച്യൂരിറ്റി പീരീഡ് ഇത്രയും കാലയളവ് മേ ബി 12 years ആയിരിക്കും, മേ ബി 5 years ആയിരിക്കും, അല്ലെങ്കിൽ 8 years ആയിരിക്കും മണി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാലയളവ്. അപ്പോൾ ഈ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്തിനെക്കാട്ടി ഈ കറണ്ടിൽ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റേ ഇല്ല. സേവിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളൊരു ഡെപ്പോസിറ്റ് ടൈപ്പാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. മേ ബി ഇപ്പം ഞാൻ ലോൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു 10 വർഷത്തേക്കിനാണ് വിചാരിച്ചു. അപ്പം ആ 10 വർഷം എനിക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ പേരൻസ് കണ്ടുകൊണ്ട് ചിലപ്പം 10 വർഷം മക്കളെ കെട്ടിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെ ആ ഒരു മാരേജ് ഫെസിലിറ്റി ഫങ്ഷൻസിന് വേണ്ടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയായിരിക്കും പേരൻസ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു 10 വർഷമോ അല്ല 5 വർഷമോ ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ പെട്ടെന്ന് ഒരു മാരേജ് ഫങ്ഷൻ വന്നെന്ന് വിചാരിച്ചു, പെട്ടെന്ന് വന്നു. ഈ 10 വർഷത്തിനുള്ളിൽ പെട്ടെന്ന് വന്നെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്യാം, പക്ഷെ അതിൻ്റേതായ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതായത് മെച്യൂരിറ്റി പീരീഡ് നമ്മളിപ്പം 10 10 years എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ 10 years മുന്നേ നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെ വിഡ്രോ ചെയ്യുന്നു, ഫാദർ അല്ലെ മദർ എന്ന് പേരൻ്റ് എന്ന് പറയുന്നു, എൻ്റെ എമൗണ്ട് വിഡ്രോ ചെയ്ത് തരാൻ എനിക്ക് 10 വർഷം വരെ പോകാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ അതിനുള്ളൊരു കേപ്പബിൾ അല്ല, ഇത്രയും വർഷം എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 10 വർഷത്തേക്കിന് അന്ന് ഞാൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ജോയിൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ എൻ്റെ സാലറി കുറഞ്ഞു, ആ ജോബ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ 10 വർഷം വരെ പറ്റത്തില്ല, അതുകൊണ്ട് ഈ വർഷം തന്നെ വിഡ്രോ ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ അതിന് വില്ലിങ് ആണ് എന്ന് ബാങ്കിനോട് നമ്മൾ ചെന്ന് പറയുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? തീർച്ചയായും നമ്മുടെ എമൗണ്ട് തരും. പക്ഷെ തരുമ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടണമെന്നില്ല, ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് തരത്തില്ല. ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടാതെയായിരിക്കും ഈ മെച്യൂരിറ്റി പീരീഡ് നമുക്ക് എമൗണ്ട് തരുന്നത്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് തരണമെന്നില്ല, അവരില്ലാതെയായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ട് തരുന്നത്. ഇനി മെച്യൂരിറ്റി പീരീഡ് ആവുന്നു, ഞാൻ
കൃത്യമായിട്ടും 10 വർഷം എമൗണ്ട് അടച്ചു. അപ്പം എന്ത് ചെയ്യും? എനിക്ക് 10ാം വർഷം നിങ്ങളുടെ ബാങ്ക് എന്നെ വിളിച്ചിട്ട് പറയും, ഹലോ മാം, യു ക്യാൻ വിഡ്രോ യുവർ മണി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാങ്കിൽ ചെല്ലുന്നു, നമ്മുടെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പം എന്തായിരിക്കും ബാങ്ക് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ മാസവും അടച്ചതുകൊണ്ട്, അല്ല നമ്മൾ റെഗുലർ ആയതുകൊണ്ട് തന്നെ അവരെന്ത് പറയും? ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എടുത്തോളൂ. അങ്ങനെ വരുമ്പോൾ മെച്യൂരിറ്റി പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്തായിരിക്കും. എന്തായിരിക്കും? ആഡ് ചെയ്തിട്ടായിരിക്കും അവർ നമ്മുടെ എമൗണ്ട് തരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും, അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫുള്ളി എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, അതോ കുറച്ച് നാളത്തേക്കിന് പതുക്കെ മതിയൊന്നും? നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മെച്യൂരിറ്റി പീരീഡ് ആയി കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാനുള്ളൊരു ഇത് ഫസ്റ്റ് ഡേ തന്നെ, ആ ഒരു വിഡ്രോ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഇൻട്രസ്റ്റും എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും ഒരുമിച്ച് എല്ലാവരും ചേർത്ത് നമുക്ക് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ വേരിയസ് പീരീഡായിട്ട് അത് ഒരു മന്ത്ലി വിഡ്രോവലായിട്ട് നമുക്ക് വേണം വെച്ചാൽ ചൂസ് ചെയ്യാം. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എന്താണ് പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഉണ്ടാവും, സേവിങ്ങിനെക്കാട്ടി കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ഒരു വിഡ്രോവൽ നടക്കില്ല. അതുപോലെ തന്നെ ഇതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ആ മെച്യൂരിറ്റി പീരീഡിൻ്റെ വിഡ്രോവലിനനുസരിച്ചായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുമോ കിട്ടത്തില്ലയോ. ഇനി മെച്യൂരിറ്റി പീരീഡ് കംപ്ലീറ്റ് ആയാൽ തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ നൽകണം? മന്ത്ലി ബേസിലാണോ അതോ ഇയർലി ബേസിൽ മാത്രമേ നമ്മൾ വിഡ്രോ ചെയ്യുന്നുള്ളൂ, അതോ ഫുൾ എമൗണ്ട് ആയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ വിഡ്രോ ചെയ്യുകയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു മെച്യൂരിറ്റി പീരീഡും നമ്മുടെ എമൗണ്ടിൻ്റെ ആ ഒരു ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചറാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഉള്ളത്. അപ്പം 4th ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്. എന്താണ്? റെക്കറിങ് ഡെപ്പോസിറ്റ്. അപ്പം ഈ റെക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തോ റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി. അതിനൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഉണ്ട്. ഫിക്സഡ് ആയിരിക്കും അതിൻ്റെ മണി എമൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ എന്ന് പറയുന്നത് ഒരു ഹൈ ആയിരിക്കും, നല്ലൊരു ഹൈ ലെവലിലായിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഹൈ എമൗണ്ട് ഫിക്സഡ് എമൗണ്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് നൽകുന്നതിനെ ഗിവൺ പീരീഡ് ഓഫ് ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റിൽ നൽകുന്നതിനെയാണ് നമ്മൾ റെക്കറിങ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, മാസം 12% വീതം കൂടുന്നു, അത് 5% വീതം കൂടുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഫിക്സഡ് എമൗണ്ടാണ്, അതിനൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ ഒരു ഫിക്സഡ് പീരീഡിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഡെപ്പോസിറ്റിനും, ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ച 4 ഡെപ്പോസിറ്റിന് നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് പല രീതിയിലാണ് നൽകുന്നത്. സേവിങ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടു, കുറച്ചുണ്ടാവും. കറണ്ട് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റിനും റെക്കറിങ് ഡെപ്പോസിറ്റിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു റേഞ്ച് ഒന്ന് നോക്കാം. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നല്ല ഇൻട്രസ്റ്റ്, വളരെയധികം ഇൻട്രസ്റ്റ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടും വിച്ച് ഈസ് ഹയർ ദാൻ എന്തിനെക്കാട്ടി? റെക്കറിങ് ഡെപ്പോസിറ്റുകളെക്കാട്ടിലും ഇൻട്രസ്റ്റ് എവിടെയാണ് കിട്ടുന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റ്. എന്നാൽ റെക്കറിങ് ഡെപ്പോസിറ്റിനെക്കാട്ടിലും കുറച്ച് ഡെപ്പോസിറ്റ് കിട്ടുന്നത് എവിടെയാണ്? കറൻറ്റ് ഡെപ്പോസിറ്റ്. എവിടെയാണ്? കറൻറ്റ് ഡെപ്പോസിറ്റിലായിരിക്കും ഏറ്റവും കുറവ് കിട്ടുന്നത്, അഥവാ 0 എന്ന് പറയാം. ഇതിനിടയ്ക്ക് വരുന്നൊരു ഡെപ്പോസിറ്റാണ്. കറൻറ്റിനെക്കാട്ടി കൂടുതൽ ആർക്ക് കിട്ടും? എന്നാൽ സേവിങ്ങിന് കിട്ടും. ആർക്കാണ് കിട്ടുന്നത്? ഏത് ഡെപ്പോസിറ്റിനാണ്? സേവിങ് ഡെപ്പോസിറ്റിനാണ് കൂടുതൽ. അപ്പോൾ ഏറ്റവും ഹൈ കിട്ടുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിൽ കുറവ് കിട്ടുന്നത് റെക്കറിങ് ഡെപ്പോസിറ്റിന്, അതിലും കുറവ് കിട്ടുന്ന സേവിങ്ങിന്. കറണ്ട് ഡെപ്പോസിറ്റിന് 0 എന്നതിലേക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. വൈ ഡു ബാങ്ക്സ് ഓഫർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ദാൻ ദ സേവിങ് ഡെപ്പോസിറ്റ്? നമ്മളത് ഓൾറെഡി നോക്കിയാണ്. കാരണം എന്താണ്? സേവിങ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇടയ്ക്കിടയ്ക്ക് വിഡ്രോവലൊക്കെ വരുന്നതാണ്, പല റെസ്ട്രിക്ഷനോട് കൂടി വിഡ്രോവൽ വരുന്നതാണ്. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഫിക്സഡ് ആണ്. ബാങ്കിനെ സംബന്ധിച്ച് അത് ആ ഒരു ലോങ് ടേമിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് നൽകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എന്നാൽ സേവിങ് ഡെപ്പോസിറ്റിന് കൊടുക്കുന്നത് ലോ ആയിരിക്കും. അതാണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞു ബാങ്കുകൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ലോൺസ് നൽകുകയും ചെയ്യുന്നു, വായ്പകൾ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ഈ വായ്പകൾ എന്ന് പറയുന്നത്. ലോൺ എങ്ങനെ വരുന്നു ഇനി നോക്കാം. ലോൺ നമ്മൾ എടുക്കാൻ പോകുന്നു. ലോണിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ബാങ്കുകൾ ലോണുകൾ നൽകുന്നു. ആർക്ക് വേണ്ടിയായിരിക്കും നൽകുന്നത്? നമ്മൾ ഹൗസിംഗ് ലോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിന് വേണ്ടി നമ്മൾ വീട് പണിക്ക് വേണ്ടി എടുക്കുന്നു, കാർ എടുക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുക. അപ്പോൾ ഈ ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. ചില ഇൻട്രസ്റ്റോട് കൂടി ആയിരിക്കും അത് ലോൺ കൊടുക്കുന്നത്. ചുമ്മാ ലോൺ കിട്ടത്തില്ലോ. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് 12% 20% 3% ലോൺ നൽകുന്നു എന്ന് ബാങ്കുകൾ പറയുന്നുണ്ട്. അപ്പം ഒരു ബോറോസ് ഡെപ്പോസിറ്റേഴ്സ് ആ ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ ബോറോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രം ബോറോവേഴ്സ് ആർ ഹയർ ദാൻ ബോറോവേഴ്സ് ഹയർ ദാൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഇൻട്രസ്റ്റിനെക്കാട്ടിലും ബോറോ ചെയ്യുമ്പോൾ ഉള്ള ടൈമിലെ ലോൺ റേറ്റ് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതിന് കാരണം നമുക്ക് നോക്കാം. ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഫ്രം ഫോളോവേഴ്സ് ഇസ് ദ ഇൻകം ഓഫ് ദ കം. അപ്പം നമുക്കറിയാം ബാങ്കുകൾക്ക് ഇൻകം വേണം. ഇൻകം എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്? ഈ ഒരു രീതിയിലാണ്. എത്രയാണോ ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതും ബോറോവേഴ്സിന് ചാർജ് ചെയ്യുന്ന ആ റേറ്റിൻ്റെയും ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് ബാങ്ക് ഏണിങ്സ് ഉണ്ടാകുന്നത്. അതായത് ബാങ്കിൻ്റെ എണ്ണം ഇസ് ഓൾസോ കോൾഡ് സ്പ്രെഡ് എന്ന് പറയും. എന്താണ്? നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാങ്കിൻ്റെ വരുമാനം എന്ന് കിട്ടുന്നത്. ആ ബാങ്കിൻ്റെ വരുമാനം നമ്മൾ സ്പ്രെഡ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്പ്രെഡ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. യു ഹാവ് ടു റീചെക്ക് ഇറ്റ് അഗെയിൻ. ഓക്കെ, ഗോയിങ്. വാട്ട് ഈസ് സ്പ്രെഡ്? ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ടും ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഫ്രം ബോറോവേഴ്സിൽ നിന്ന് വാങ്ങുന്ന ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആണ് ഇൻകം ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന് എന്തെന്ന് പറയുന്നു? സ്പ്രെഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്? ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറോവേഴ്സിനും ഡെപ്പോസിറ്റേഴ്സിനും ഇടയിലുള്ള ഒരു മിഡിൽ പേഴ്സണായിട്ടാണ് നമുക്ക് കണക്കാക്കാം. ഈ ബോറോവേഴ്സിനും ഡെപ്പോസിറ്റേഴ്സും രണ്ട് കൂട്ടരെയും ഏകീകരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ബാങ്കിനെ നമ്മൾ കണക്കാക്കുന്നത്. ബാങ്ക് എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സിനും ബോറോവേഴ്സിനും തമ്മിലുള്ള ഒരു ഇടനിലക്കാരൻ, അല്ലെങ്കിൽ അതിനെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് അപ്പോൾ നമ്മൾ ബാങ്കിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവരതിനു വേണ്ടി ഇൻട്രസ്റ്റ് പലപ്പോഴും ബോറോവേഴ്സിൽ നിന്ന് കൂടുതൽ ഈടാക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് എല്ലാം ചെയ്യുന്നു, സെറ്റാക്കുന്നു. നമുക്കറിയാം ചുമ്മാ അങ്ങ് ലോൺ കിട്ടുമെന്നോ 10 രൂപയ്ക്കോ അല്ലെ 12% ആ ഒരു റേറ്റിൽ അങ്ങ് കിട്ടുമെന്നോ അല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് കാണിക്കണം, നമുക്ക് ആ ലോൺ എടുക്കാനുള്ള, ലോൺ തിരിച്ചടയ്ക്കാനുള്ള കേപ്പബിൾ ആണ് എന്ന് കാണിക്കണം. അതിനു വേണ്ടി നമ്മൾ വെക്കുന്ന ചില കാര്യങ്ങളെയാണ് എന്താണെന്ന് പറയുന്നത്? കോളാറ്റേഴ്സ്. എന്താണ്? കോളാറ്റേഴ്സ് അത് എന്തൊക്കെയാവും? നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മമാർ ചിലപ്പം അവർ ഗോൾഡ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ വസ്തു കാണിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഗോൾഡ് വരാറുണ്ട്, ചിലപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ചും നമുക്ക് ലോൺസ് ബാങ്ക്സിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം സാലറി സർട്ടിഫിക്കറ്റ്സ്. പിന്നെന്താണ്?
ഡോക്യുമെൻറ്റ്സ്, എക്സ്പെഷ്യലി ലാൻഡ് ഡോക്യുമെൻറ്റ്സ്, എത്രമാത്രം വസ്തു ഉണ്ട്, വസ്തുവകൾ നമ്മൾ കേപ്പബിൾ ആണ് ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ നമ്മളെ ഇറക്കി വിടേണ്ടി വരും. അപ്പം നമ്മൾ അതിന് കേപ്പബിൾ ആണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ കോൾട്രാക്റ്റിൽസ് സ്ട്രോങ് ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ഈ ബാങ്കുകൾ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫങ്ഷനാണ് മെയിൻലി പറഞ്ഞ ബാങ്കിൻ്റെ? യെസ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ഗിവിങ്. ഈ 2 ഫാക്ടേഴ്സാണ് തരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ബാങ്കുകളുടെ ഒരു കളി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും ബാങ്കുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ബാങ്ക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടെക്നോളജിക്കൽ ഇതിലൂടെയാണ്. അപ്പം ആ ടെക്നോളജിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്? അതെ, ATM കാർഡുകളാണ്. അപ്പം ATM കാർഡ് ദാറ്റ് ഈസ് ബാങ്കുകളുടെ മറ്റു ഫങ്ഷനാണ് ATM കാർഡ് നൽകുക. ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ആ ഒരു സർവീസസ് നമുക്ക് നൽകുന്നു. അതേപോലെ തന്നെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി. എന്താണ് ലോക്കർ ഫെസിലിറ്റി? നമ്മൾ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുക എന്ന് പറയത്തെ, ലോക്കറിൽ കൊണ്ട് വെക്കണം സ്വർണ്ണമൊക്കെ. അതാണ് ഈ ലോക്കർ ഫെസിലിറ്റി തരുന്നതിനും ഇത് സഹായിക്കുന്നു. അതേപോലെയാണ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ATM കാർഡ് നമ്മൾ പൊതുവെ പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അല്ല നമ്മുടെ പേരൻസിനോ സിബ്ലിങ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണില്ല. എന്നിരുന്നാലും നമുക്കൊരു ഫിക്സഡ് സാലറി എമൗണ്ട് ഉള്ളവരാണെങ്കിലും നമുക്കിപ്പം അഡ്വാൻസ് ആയിട്ട് ഈ എമൗണ്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് നമുക്ക് ആ എമൗണ്ട് തരും. പിന്നീട് നമുക്ക് സാലറി നമ്മൾ അതിലേക്ക് ഡെപ്പോസിറ്റ് ആകുമ്പോൾ ബാങ്ക് ഓട്ടോമാറ്റിക്കലി സാലറിയിൽ നിന്ന് ആ ഒരു നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് വിഡ്രോ ചെയ്ത എമൗണ്ട് ഇതിൽ നിന്ന് അവർ സാലറി ആയി കഴിയുമ്പോൾ വിഡ്രോ ചെയ്തോളും. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാങ്കിൻ്റെ മറ്റ് ഫെസിലിറ്റീസാണ് ATM സർവീസസ് നൽകുക, ലോക്കർ ഫെസിലിറ്റി നൽകുക, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് നൽകുക. അപ്പം ഈ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ആയാലും നമുക്ക് നൽകണമെങ്കിൽ നമ്മളിപ്പോൾ അറിയാം ബാങ്കിൽ നേരിട്ട് നമ്മൾ ചെല്ലാറില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? പല ടെക്നോളജിക്കൽ നമുക്ക് ട്രാൻസാക്ഷൻസ് എളുപ്പമാക്കാൻ വേണ്ടി ടെക്നോളജിക്കൽ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെന്താണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്? ഹൗ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻഫ്ലുവൻസ് എക്കണോമിക് ആക്ടിവിറ്റി. എങ്ങനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട് ബാങ്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്, ബാങ്കിൻ്റെ മണിയാണ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇത്തിരികൂടി കൊമേഴ്സ്യലൈസ് ചെയ്യുന്നത്, ബാങ്കുകൾക്ക് ഇത്തിരികൂടി ഇൻഫ്ലുവൻസ് ഈ ഒരു കാലഘട്ടം നൽകുന്നത്? അതെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോടുകൂടി. എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോടുകൂടിയാണ് ബാങ്കിൻ്റെ അഡ്വാൻസസ് കൂടിയിരിക്കുന്നത്. ഈ ടെക്നിക്കൽ അഡ്വാൻസസ് പറഞ്ഞപ്പോഴത്തേക്ക് ട്രാൻസാക്ഷൻ ഇത്തിരി ഈസി ആയി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ടെക്നിക്കൽ അഡ്വാൻസസ് എന്ന്. അതിൽ നമുക്കറിയാം പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ വന്ന മാറ്റമാണ്. നമ്മൾ പണ്ടൊരു ഇതടയ്ക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ഏറ്റവും അറിയാവുന്ന പേയ്മെൻറ്റ് സിസ്റ്റം നമ്മളിപ്പോൾ പറയും ഗൂഗിൾ പേ ഉണ്ട്, നമ്മുടെ കയ്യിൽ Paytm ഉണ്ട്, ഇങ്ങനെ പല ആപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയണ്ടേ. ഇതിന് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നെഫ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് നെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് വന്നു. അതിൻ്റെ ഫുൾ ഫോം ഞാൻ പറയാം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. എന്താണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ എന്താണ് ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, ട്രാൻസാക്ഷൻസ് ഇത്തിരി കൂടെ ഈസിലി ആക്കാൻ വേണ്ടി, ഫാസ്റ്റർ ആക്കാൻ വേണ്ടി, ബാങ്ക് ട്രാൻസാക്ഷൻ ഫാസ്റ്റർ ആൻഡ് ഈസി ആക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? RBI. വേറെ ആരുമല്ല, RBI ബാങ്ക് ഓഫ് ബാങ്ക്സ് ആണ്. അപ്പം RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആശയമാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മറ്റൊരു ഫങ്ഷനാണ്, ഈ സർവീസസ് പേയ്മെൻറ്റ് സർവീസ് ഈസിലി ആക്കാൻ വേണ്ടി RBI ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു
ഇതാണ് റിയൽ ടൈം ഗോസ് സെറ്റിൽമെൻറ്റ്. നമ്മളിത് ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, സാരമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എന്താണ് RTGS, റിയൽ ടൈം ഗോസ് സെറ്റിൽമെൻറ്റ്? ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിൽ ലാർജ് ഓർ ഹ്യൂജ് ട്രാൻസാക്ഷൻസ് പോസിബിൾ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ പേര്? RTGS അഥവാ റിയൽ ടൈം ഗോസ് സെറ്റിൽമെൻറ്റ്. ഇതെന്തിനാണ്? ഹ്യൂജ് എമൗണ്ട് ഒരു സ്മോൾ ടൈമിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി RBI ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫെസിലിറ്റിയാണിത്. നെക്സ്റ്റ് ഒരു ഫെസിലിറ്റിയാണ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. എന്താണ് നമ്മൾ പറയുന്നത്? കോർ ബാങ്കിങ്. എന്താണ് കോർ ബാങ്കിങ്? കേട്ടിട്ടില്ലല്ലേ? സാരമില്ല, നമുക്കൊന്ന് പരിചയപ്പെടാം. കോർ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മൾ ഒരു ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷനിൽ നമ്മൾ നോക്കിയപ്പം തൊട്ടടുത്ത് കാണുന്നത് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ATM ഉണ്ടെന്ന് വെച്ചു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ പോകാതിരിക്കും. നമുക്ക് പൈസ വേണമെന്ന് തരാം, ലിക്വിഡ് ക്യാഷ് വേണം. നമ്മൾ തീർച്ചയായും ആ ATM കൗണ്ടറിൽ പോയി നമ്മുടെ ATM കാർഡ്, സപ്പോസ് നമ്മുടെ ATM കാർഡ് SBI ആണെന്ന് വിചാരിച്ചു. നമ്മൾ ആ SBI കാർഡ് ATM കൗണ്ടറിലേക്ക് ഇടുന്നു. ഏത് ATM കൗണ്ടറിലേക്ക്? ഫെഡറൽ ബാങ്കിൻ്റെ ATM കൗണ്ടറിലേക്ക് ഇടുന്നു. നമ്മൾ പറയുന്നു നമ്മൾ ഏത് ഡെപ്പോസിറ്റ് ആണെന്ന് പറയുന്നു, നമ്മൾ കുറച്ച് മണി വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര എമൗണ്ട് ഡെബിറ്റഡ് ആയി എന്ന് നമുക്കൊരു മെസ്സേജ് തരും. അല്ലെ നമുക്കൊരു കാർഡ് കിട്ടും. അല്ലെ വേണ്ട, നമ്മളൊരു CDM കണ്ടു, പൈസ ഇടുന്നു. നമ്മൾ SBI അക്കൗണ്ട് ഉള്ളവരാണ്, എന്നിട്ട് നമ്മൾ ഏത് ATMയിലാണ് കയറിയ? ഫെഡറൽ ബാങ്കിൻ്റെ ATMയിൽ നിന്ന്. എന്നിട്ട് നമ്മൾ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റി. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? യെസ്, വേറെ ഒന്നുമല്ല അതിൻ്റെ റീസൺ. ഇറ്റ്സ് കോൾഡ് കോർ ബാങ്കിങ്. അതായത് ഡിഫറെൻ്റ് ബ്രാഞ്ച് ആണെങ്കിൽ പോലും നമ്മൾ ഏതിതാണോ വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അതാത് രീതി ട്രാൻസാക്ഷൻ ഈക്വലൈസ് ചെയ്ത് നമുക്കുള്ളിൽ പറഞ്ഞു തരും. അത് ബാങ്കുകൾക്കിടയിൽ ഒരു കണക്ഷൻസ് ഉണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ SBI അക്കൗണ്ട് ഉള്ള ഒരാൾ SBI തന്നെ പോകണം. നേരത്തെ ആണെങ്കിൽ SBT ആയിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയിരുന്നു. അപ്പോൾ അതായിരുന്ന സമയത്ത് നമ്മൾ ആ ബാങ്കിൽ തന്നെ ചെല്ലണം. ബാങ്കിൽ അവിടെ ചെന്ന് നമ്മുടെ കാർഡ് കാണിച്ച് എല്ലാം ചെയ്ത് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ വിഡ്രോ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. വേറെ ബാങ്കിൽ അതൊന്നും അറിയത്തേയില്ല. എന്നാൽ ഇന്നൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇത്തിരി എളുപ്പമായപ്പോഴത്തേന് ടെക്നോളജിക്കൽ ട്രാൻസാക്ഷനിലേക്ക് അഡ്വാൻസ് ആയപ്പോഴത്തേക്കിന് എന്തോന്നു കോർ ബാങ്കിങ്. നമ്മൾ ATM നമ്മൾ ഏതോ ആയിക്കോട്ടെ, നമ്മൾ SBI ആണെങ്കിലും ഫെഡറൽ ആണെങ്കിലും ഞാൻ ചെല്ലുന്ന ATM കൗണ്ടർ ഇനി ഫെഡറൽ ആണെങ്കിലും SBI ആണെങ്കിലും അതൊരു കുഴപ്പമില്ലാതെ. കാരണം ഈ ബാങ്കുകൾ തമ്മിൽ ഒരു ഇൻ്റർലിങ്ക് കണക്ഷൻസ് ഉണ്ടായി. അതിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിന് സ്പെസിഫിക് ബ്രാഞ്ച് ആവണമെന്നൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ കോർ ബാങ്കിങ് ആയത്. അപ്പം എല്ലാ ബാങ്കുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ലിങ്കുണ്ട്. അതിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തിലേക്ക് പോകുന്നു? ഗൂഗിൾ പേയിലേക്ക്, പേടിഎമ്മിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പം ഗൂഗിൾ പേയും പേടിഎമ്മിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? UPI. UPIയുടെ ഫുൾ ഫോം എന്താ? യെസ്, യൂണിവേഴ്സൽ. എന്താണ്? യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. എന്താണ് UPI? യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ തന്നെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണി ട്രാൻസാക്ഷൻസ് കുറേ കൂടി എളുപ്പമായി. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ പറഞ്ഞു നമ്മുടെ RTGSഉം അതേപോലെ നെഫ്റ്റ് പറയുന്ന സിസ്റ്റമൊക്കെ RBI ആണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതും RBI ആണോ കൊണ്ടുവന്നത്? അല്ല, ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ UPI സിസ്റ്റം വർക്കാവുന്നത്.
മൊബൈൽ ബാങ്കിങ് നമുക്ക് ഈസി ആവുന്നത്. അതായത് ഗൂഗിൾ പേ, ആരൊക്കെയാണ്? ഗൂഗിൾ പേ, പറഞ്ഞോളൂ, ആമസോൺ പേയ്മെൻറ്റ്, അതേപോലെ തന്നെ ഫോൺ പേ, ഇങ്ങനെയുള്ള സിസ്റ്റംസ് എല്ലാം ഈ ഒരു UPI യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസിലൂടെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? UPI പറഞ്ഞു, RTGS പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. അപ്പം ബാങ്ക് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതെങ്ങനെ ടെക്നോളജിക്കൽ അഡ്വാൻസിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അപ്പം ബാങ്ക് മാത്രമല്ല, നമുക്കറിയാം ഇവിടെ കുറേ LICകളുണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇവരൊക്കെ സിസ്റ്റംസ് എങ്ങനെയാണ് പോകുന്നത്? അത് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം എന്ന് കംപ്ലീറ്റ്ലി പറയത്തില്ല, അതിനെ വിളിക്കുന്നതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് or NBFT എന്ന് വിളിക്കുന്നു. അപ്പം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കംപ്ലീറ്റ് സർവീസും ഇവർക്കില്ല, എന്നാൽ ബാങ്കിലോട് സിമിലറാണ്. പ്രധാനമായി ഇവർക്ക് പറ്റുന്ന ഇവരെ ബാങ്കിൻ്റെ ഫുൾ വർക്കും നടക്കുന്നില്ല എന്ന് പറയാൻ കാര്യം, ബാങ്കിൻ്റെ പ്രധാനമായ ഫങ്ഷൻ എന്താണ്? അക്സെപ്റ്റിംഗ് ലോൺസ് ആണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ലോൺസോ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള ഒരു റൂള് അല്ലെ ഒരു ഇതില്ല. എസ്പെഷ്യലി സേവിങ് അക്കൗണ്ടായിട്ടോ ഒന്നും പറ്റത്തില്ല. സേവിങ് ഡെപ്പോസിറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡെപ്പോസിറ്റ്സ് ഇവർ പൊതുവെ നോക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് പറ്റാത്ത, ബാങ്കിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്ന ഒരു ഫീച്ചറാണ് കനോട്ട് യൂസ് ചെക്കിൻ്റെ യൂസേജ് ഇവർക്ക് നടക്കത്തില്ല. ബാങ്കിൽ നമുക്കറിയാം, നമ്മൾ ചെക്ക് കൊടുത്ത് വിഡ്രോ കൊടുക്കുന്നു, ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഈ ഒരു ചെക്ക് സിസ്റ്റമോ ഡെപ്പോസിറ്റിംഗ് സിസ്റ്റമോ, എസ്പെഷ്യലി ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്, ഇങ്ങനെയുള്ള ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഡൗട്ടുണ്ടാവും, പിന്നെ ഇവരെന്തിനാണ് ആവശ്യമുണ്ട്? ഇവർക്ക് ഇവരുടേതായ റൂൾസ് ഉണ്ട്. നമ്മൾ നോക്കി, ബാങ്കിങ്, കൊമേഴ്സ്യൽ ബാങ്കിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ കണ്ട ആരായിരുന്നു? RBI ആയിരുന്നു. അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും നേതൃത്വം കൊടുക്കുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ചില ഇതാണ് RBI ഉണ്ട്. ഫുള്ളി RBI അല്ല, കൊമേഴ്സ്യൽ ബാങ്കൊക്കെ ഫുള്ളി RBIയുടെ കൺട്രോളിലാണെങ്കിലും ഈ NBA പോലുള്ള നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ RBIയുടെ ഉണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്കുകളുണ്ട്, NHB എന്ന് പറയും. അതേപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA എന്ന് പറയും. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI എന്ന് പറയും. SEBI എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും. ഈ ഒരു 4 ഫംഗ്ഷനാണ് റെഗുലേറ്റ് ചെയ്യുന്ന ആര്? NBFI, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? RBI ഉണ്ട്, NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ IRDA ഉണ്ട്, അതേപോലെ SEBI ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ ഇൻഷുറൻസിൻ്റെ റോൾ എന്താണെന്ന്. ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ റെഗുലേറ്റ് ചെയ്യുന്ന ആരാ? ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതേപോലെ തന്നെ GIC ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇത് രണ്ടുമാണ് ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതേപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരിതാണ് മ്യൂച്വൽ ഫണ്ട്. എന്താണ്? മ്യൂച്വൽ ഫണ്ട് അതിന് എക്സാമ്പിളാണ് UTI. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. എന്താണ്? മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് UTI എന്ന് പറയുന്നത്. അത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിനുമുണ്ട് ഈ ഒരു സിസ്റ്റം. കേരളത്തിൻ്റെ സ്വന്തങ്ങളാണ് KSFE. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ,
KSFE ലോൺസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം കേരളത്തിൻ്റെ ഈ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് KSFE എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969 RBI എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് നമുക്ക് നോക്കാം എത്രമാത്രം ഉണ്ടെന്ന്. അപ്പം നമ്മൾ KSFE എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969. എന്തിനായിരിക്കും ഈ KSFE ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത് പ്രധാനമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണൽ ഹൗസിംഗ് ബാങ്കിന് വേണ്ടി, പേഴ്സണൽ ലോൺസിന് വേണ്ടി, അതേപോലെ തന്നെ ഗോൾഡ് ലോൺസിന് വേണ്ടി, ചിറ്റ്, മൈക്രോ ഫിനാൻസ്, ഹൗസിംഗ് ലോണിൽ, ബിസിനസ് ലോൺസ് ആൻഡ് വർക്ക് ലോൺസ്, ഇവയൊക്കെ ഈ ലോൺസൊക്കെ എൻഹാൻസ് ചെയ്യാൻ, എൻകറേജ് ചെയ്യാൻ, അഥവാ അവർക്കൊക്കെ ഒരു സപ്പോർട്ടിങ് നൽകാൻ വേണ്ടിയാണ് കേരള ലെവലിൽ 1969 KSFE എന്ന് പറയുന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിസ്റ്റമല്ല, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് KSFE. അപ്പം കേരളത്തിൻ്റെ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? KSFE. അപ്പോൾ പൊതുവായിട്ടുള്ള ഏതൊക്കെയാണ്? ഇൻഷുറൻസ് ഉണ്ട്, അതായത് LICയും GICയും, മ്യൂച്വൽ ഫണ്ടായ UTIയും ഉണ്ട്. അപ്പം ഇതാണ് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്ത് പറഞ്ഞു? ബാങ്കിങ്ങിൽ ഉണ്ടെങ്കിൽ വരുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. അവ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു നമ്മൾ നോക്കി. അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. അപ്പം ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ ഇത്രയാണ്. ബാങ്കുകളും ബാങ്കുകളുടെ ഒരു പ്രവർത്തന ശൈലി, പൊതുവേ ഉള്ള ബാങ്കുകളുടെ സിസ്റ്റവും അല്ലാതെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ബാങ്കുകളുടെയും സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കി. എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതിൻ്റെ ബാക്കി സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. ബൈ ബൈ.